ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ നമ്മുടെ ഡിസംബറിൽ കലണ്ടർ വന്നിട്ടുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ഉണ്ട്, ജൂനിയർ ഇൻസ്ട്രക്ടർ ടെക്നീഷ്യൻ മെഡിക്കൽ ഇലക്ട്രോണിക്സ്. ഡിസംബർ 16-നാണ് എക്സാം ഡേറ്റ്. സിലബസും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5024 കാൻഡിഡേറ്റ്സ് ആണ് ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ എത്ര പേര് കൺഫർമേഷൻ കൊടുക്കും എന്നുള്ളത് അറിയില്ല. കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് അപ്ലൈ ചെയ്തിട്ടുള്ളവരെ, എക്സാം എഴുതുന്നവരൊക്കെ കൺഫർമേഷനും കൊടുക്കാം. ഇനി ഈ ഒരു എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഈ നമുക്കറിയാം നവംബറിൽ നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എക്സാം വരുന്നുണ്ട്. അപ്പൊ ആ എക്സാം എഴുതുന്നവർ തന്നെയാണ് കുറെ പേരും ഈ മെഡിക്കൽ ഇലക്ട്രോണിക്സ് എക്സാമിനും അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ രണ്ട് പരീക്ഷകൾ അടുപ്പിച്ച് 2 മാസം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലുണ്ടാവുന്ന ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടും ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണെങ്കിൽ എങ്ങനെ ഇത് പഠിക്കുന്നത്. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് മെഡിക്കൽ ഇലക്ട്രോണിക്സിന്റെ സിലബസിനകത്ത് മെയിൻ ആയിട്ട്, അതായത് ഒരു മോഡ്യൂൾ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 20 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു മോഡ്യൂൾ മാത്രമാണ് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള മോഡ്യൂൾസിൽ പിന്നെ ഒരു ഇൻസ്ട്രുമെന്റേഷനിൽ ഒരു ടെലിമെട്രിയുടെ ഒരു ഭാഗവും മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓൾമോസ്റ്റ് കുറെയൊക്കെ നമ്മൾ ഓൾറെഡി പഠിക്കുന്ന, അതായത് ജൂനിയർ ഇൻസ്ട്രക്ടറിന് പഠിക്കുന്ന ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പൊ ഈ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു മോഡ്യൂളിൽ വരുന്ന പോർഷൻസ് 20 മാർക്ക് വെയിറ്റേജ് ഉണ്ട് സ്റ്റിൽ. എന്നാലും അത് മാത്രമാണ് നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടി വരിക. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ആവശ്യമില്ല. കാരണം നമുക്ക് ഒരുപാട് പേര് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എടുത്തവര് ഇതിന്റെ സിലബസുമായിട്ടുള്ള ഒരു ഡിഫറൻസ് കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു എക്സാം കഴിഞ്ഞിട്ട്, അതിപ്പോ നമുക്ക് നവംബർ ലാസ്റ്റ് ആണ്, അത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ടൈമിൽ വെച്ച് നമുക്ക് ഈ ഒരു മോഡ്യൂളിന് പ്രിപ്പയർ ചെയ്താലും കുഴപ്പമില്ല. കാരണം ബാക്കിയുള്ള ടോപ്പിക്സ് ഒക്കെ ഒരുവിധം നമ്മൾ മറ്റേ എക്സാമിനും പഠിച്ചു പോകുന്നതാണ് എന്നുള്ളത് കൊണ്ട്. എനിവേ നമ്മൾ അതിന്റെ സിലബസ് ഡിസ്കഷൻ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇനി ലേണിനോയിൽ ഇതിന് കോഴ്സ് ഉണ്ട്. അപ്പൊ കോഴ്സിന്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ പറയാം. നമുക്ക് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ മെഡിക്കൽ ഇലക്ട്രോണിക്സിന് മാത്രമായിട്ട് സെപ്പറേറ്റ് കോഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ മെഡിക്കൽ ഇലക്ട്രോണിക്സ് മാത്രം എക്സാം എഴുതുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാത്രമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ എക്സാമിനും ചെയ്യുന്ന പോലെ ലെക്ചേഴ്സും MCQ വീഡിയോസ്, നോട്ട്സിന്റെയും MCQ PDF, മോക്ക് ടെസ്റ്റ് എല്ലാം ഉണ്ടാവും. ഇനി ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എക്സാമിനും മെഡിക്കൽ ഇലക്ട്രോണിക്സ് എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോംബോ കോഴ്സ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. രണ്ടും കൂടെ ചേർന്നിട്ടുള്ള കോംബോ കോഴ്സും നമ്മളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് മെക്കാനിക് എക്സാമിനും പ്രിപ്പയർ ചെയ്യാം, ദെൻ അഡീഷണൽ ടു ദാറ്റ് മെഡിക്കൽ ഇലക്ട്രോണിക്സിനും പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിൽ. സോ നിങ്ങൾക്ക് ലേണിനോടൊപ്പം പഠിക്കണം എന്നുണ്ടെങ്കിൽ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സിൽ ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം. താങ്ക് യു.